ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്വർഗീയ സിംഹാസനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായൊരു പച്ചവില്ല്. ഈ ഭൂമിയിൽ നിരവധി സിംഹാസനങ്ങളുണ്ട്. തിരുവെഴുത്തുകളിൽ ദാവീദിന്റെ സിംഹാസനത്തെക്കുറിച്ച് നാം ധാരാളം വായിക്കുന്നു. ശലോമോൻ സ്വയം ഒരു ആഡംബരവും മഹത്തായ സിംഹാസനവുമാക്കി. സിംഹാസനത്തിന് 6 പടികൾ ഉണ്ടായിരുന്നു. സിംഹാസനത്തിന്റെ മുകൾ ഭാഗം പിന്നിൽ വൃത്താകൃതിയിലായിരുന്നു. ഇരിപ്പിടത്തിന്റെ ഇരുവശത്തും കൈത്തണ്ടുകൾ ഉണ്ടായിരുന്നു. 2 സിംഹങ്ങൾ കൈത്തണ്ടകളുടെ അരികിൽ നിന്നു. 12 സിംഹങ്ങൾ അവിടെ നിന്നു. 6 പടികളുടെ ഇരുവശത്ത് 1, അതുപോലെ 1 ഉണ്ടായിരുന്നു. മറ്റേതെങ്കിലും രാജ്യത്തിനു വേണ്ടി ഉണ്ടാക്കിയതാണവ. 2 ദിനവൃത്താന്തം 9-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ അത് കാണാൻ സാധിക്കും. തമിഴിൽ സിംഹാസനത്തെ സിംഹാസനം എന്ന് വിളിക്കുന്നു. ഇത് 2 പദങ്ങളുടെ സംയോജനമാണ്. സിംഹം ഇരിപ്പിടം. ധീരമായി പോരാടുകയും ശത്രുക്കളെ കീഴടക്കുകയും അധികാരത്തോടെ ഭരിക്കുകയും ചെയ്യുന്ന സിംഹങ്ങളായി രാജാക്കന്മാർ സിംഹാസനങ്ങളിലിരിക്കും. ആ സിംഹാസനം ഭരണത്തിന്റെ ഇരിപ്പിടമാണ്. അവിടെയാണ് നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. കർത്താവ് അപ്പോസ്തലനായ യോഹന്നാന് സ്വർഗീയ ദർശനങ്ങൾ കാണിച്ചപ്പോൾ അവൻ ആദ്യം കാണിച്ചത് സ്വർഗീയ സിംഹാസനമായിരുന്നു. പിതാവായ ദൈവം എല്ലാ മഹത്വത്തോടെയും അവിടെയിരുന്നു. ദൈവപുത്രനായ കർത്താവായ യേശു പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു. അവന്റെ ശത്രുക്കളെ വിജയിപ്പിച്ചതിന് ശേഷം ഇത് വെളിപ്പാട് 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവനെ യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്ന് വിളിക്കുന്നു. അത് വെളിപ്പാട് 5-ാം അധ്യായം 5-ാം വാക്യത്തിലും കാണാൻ സാധിക്കും. ആ സിംഹാസനം കൃപയുടെ സിംഹാസനമാണ്. അതേസമയം അത് ന്യായവിധിയുടെ സിംഹാസനമാണ്. ഇത് മുഴുവൻ പ്രപഞ്ചത്തിനും സിംഹത്തിന്റെ സിംഹാസനമാണെന്ന് പോലും കരുതി നമുക്ക് ദൈവമക്കളായ ഇത് കൃപയുടെ സിംഹാസനമാണ്. ദൈവകൃപ അവിടെ നിന്ന് പുറപ്പെടുന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് ദൈവത്തിന്റെ കരുണയും അനുകമ്പയും സ്വീകരിക്കാം. ആ സിംഹാസനത്തിൽ നിന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന്റെ സഹായം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. ആ സിംഹാസനത്തിൽ നിന്ന് കർത്താവായ യേശു നിങ്ങൾക്കായി മധ്യസ്ഥത വഹിക്കുന്നു. മഹാപുരോഹിതൻ എന്ന നിലയിൽ അവൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവന്റെ അതിരുകളില്ലാത്ത കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ക്ഷമ ചൊരിയുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയത്, അതിനാൽ നമുക്ക് കൃപയുടെ സിംഹാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്തു വരാമെന്ന്, നമുക്ക് കരുണ നേടാനും ആവശ്യമുള്ള സമയത്ത് സഹായിക്കാനുമുള്ള കൃപ കണ്ടെത്താനും കഴിയും എന്ന്. ഇത് എബ്രായർ 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. കർത്താവിന്റെ കൃപയുടെ സിംഹാസനത്തിൽ നിന്ന് ഈ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ദൈവകൃപയാൽ വർഷിക്കപ്പെടും. ഈ ലോകത്ത് നിങ്ങൾ വിജയത്തോടെ ഓട്ടം പൂർത്തിയാക്കിയ ശേഷം അതേ സിംഹാസനത്തിൽ ഇരിക്കാൻ കർത്താവ് കൃപയോട് നിയോഗിച്ചു. കർത്താവ് പറയുന്നു, ജയിക്കുന്നവനോട് എൻ്റെ സിംഹാസനത്തിൽ എന്നോടൊപ്പം ഇരിക്കാൻ ഞാൻ അനുവദിക്കും. ഞാനും എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു എന്ന്. ഇത് വെളിപ്പാട് 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ഇത് വാഗ്ദാനം ചെയ്ത കർത്താവ് ഈ ലോകത്ത് ജയിക്കുന്ന ജീവിതം നയിക്കാനും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. അതേ സിംഹാസനത്തിൽ അവനോടൊപ്പം ഇരിക്കാനുള്ള കൃപ അവൻ നമുക്ക് നൽകും. ഇതിലും മഹത്വമുള്ള അനുഗ്രഹീതമായത് മറ്റൊന്നില്ല. കർത്താവ് നിങ്ങളെ വളരെയധികം പരിഗണിക്കുന്നു. നിങ്ങൾ അവനോടൊപ്പം അതേ സിംഹാസനത്തിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എഫേസ്യർ 2-ാം അധ്യായം 7-ാം വാക്യം. ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെശയ്യാവ് 1-2 അധ്യായങ്ങൾ, വൈകുന്നേരം ഗലാത്യർ 5-ാം അധ്യായം. ആമേൻ.